നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങി, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പോലീസുകാരൻ തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. പുലിയെ കണ്ട പോലീസുകാരൻ വെടിയുതിർത്തു. അപ്രതീക്ഷിതമായി പുലിയെ കണ്ടപ്പോൾ ഭയന്ന മുകളിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. വെടിവെച്ച് കേട്ട പുലി തിരിഞ്ഞോടി കാട്ടിലേക്ക് കയറി. സംഭവ സ്ഥലത്തിന് സമീപത്ത് നിന്നും മുള്ളൻ പന്നിയെ കൊന്ന് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിവരമറിഞ്ഞ് വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരും വനപാലകരും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. പുലിയെ കണ്ടെത്തി വനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനായിരുന്നു ഡോക്ടർ ഷേർലി വാസു. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു. ട്രെയിനിൽ വെച്ച് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ചത് ഷേർലി വാസു ആയിരുന്നു. പ്രതിയായ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ പ്രതികരണവുമായി ഷേർലി വാസു രംഗത്തെത്തിയിരുന്നു. ദേശീയപാതയിൽ ഓച്ചിറ വലിയകുളങ്ങരയിൽ KSRTC ഫാസ്റ്റ് പാസഞ്ചറും SUV വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് ഒരു കുടുംബത്തിലെ 3 പേർ. താർ യാത്രക്കാരായ തേവലക്കര, പടിഞ്ഞാറ്റക്കര, പൈപ്പുമുക്ക്, പ്രിൻസ് വില്ലയിൽ പ്രിൻസ് തോമസ്, മക്കളായ അൽക്ക, അതുൽ എന്നിവരാണ് മരിച്ചത്. ഇവർ അപകടം നടന്ന തൽക്ഷണം മരിച്ചു. പ്രിൻസിന്റെ ഭാര്യ വിന്ധ്യ സൂസൻ വർഗീസ്, മകൾ ഐശ്വര്യ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിൽ KSRTC ബസ്സിലുണ്ടായിരുന്ന 20 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയകുളങ്ങര ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെ 6:10 അപകടമുണ്ടായത്. 18നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഇരയാക്കപ്പെട്ടു. രാഹുലിനെതിരായ FIR കോടതിയിൽ. ലൈംഗിക പീഡനാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് FIR കോടതിയിൽ സമർപ്പിച്ചു. രാഹുലിന്റെ പീഡനത്തിന് ഇരകളായ സ്ത്രീകളെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു. 18നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് പീഡനത്തിന് ഇരകളായതെന്നും FIR-ൽ പറയുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. 10 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പലതും ഗുരുതരമാണെന്നും ഒന്നിലേറെ സ്ത്രീകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നും FIR-ൽ പറയുന്നു. മൂന്നാം കക്ഷികളുടെ പരാതികളുടെയും മാധ്യമ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. നിമിഷപ്രിയയുടെ മോചനം. യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ട്. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പോലീസിൽ പ്രവർത്തിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം. സർക്കാരിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവതാരകൻ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. അവതാരകൻ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായും ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ. രാജേഷ് കേശവിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ്, എന്നാൽ ICU-വിൽ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. രാജേഷ് കേശവിന് വിദഗ്ധർ അടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ചികിത്സ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. വൈകുന്നേരമാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തുന്നത്. വീട്ടിലെ പൊട്ടിത്തെറി. ഗ്യാസ് സിലിണ്ടറോ വീട്ടുപകരണങ്ങളോ അല്ല പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ്. പാലക്കാട് പുതുനഗരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന് പോലീസ്. പ്രാഥമിക പരിശോധനയിലാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായില്ലെന്നും പരിക്കേറ്റ ഷെരീഫ് പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടികൂടാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പുതുനഗരത്തിലെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറോ വീട്ടുപകരണങ്ങളോ അല്ല പൊട്ടിത്തെറിച്ചതെന്ന് നേരത്തെ തന്നെ പോലീസ് വിശദീകരിച്ചിരുന്നു. പുതുനഗരം മങ്ങോട് ലക്ഷം വീട് നഗറിലെ വീട്ടിലാണ് പൊട്ടിത്തെറിച്ച് തീ ആളിക്കത്തിയത്. സഹോദരങ്ങളായ ഷെരീഫ്, ഷഹാന എന്നിവർക്കാണ് പൊട്ടിത്തെറിയിൽ പരിക്കേറ്റത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബോംബ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വാഹനം വിട്ടു നൽകാൻ കൈക്കൂലി. SI സസ്പെൻഡ് ചെയ്തു. അപകടവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ ഗ്രേഡ് SIക്കെതിരെ നടപടി. മരട് ഗ്രേഡ് SI K ഗോപകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വാഹന ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഗ്രേഡ് SIയെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. യുവാവിന്റെ ദാരുണാന്ത്യം.
തൃശൂർ കയ്പമംഗലം ദേശീയപാതയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് കടപ്പുറം സ്വദേശിയും എടമുറ്റത്ത് താമസക്കാരനുമായ അറക്കൽ വീട്ടിൽ മുഹമ്മദ് അനസാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 5:30 കയ്പമംഗലം ദേശീയപാത 12-ലായിരുന്നു അപകടം. GST ഇളവ് ആഘോഷമാക്കി കേന്ദ്ര സർക്കാർ. വിമർശനവുമായി കേരളം. ഉത്സവ സീസണിലെ വൻ GST ഇളവ് ആഘോഷമാക്കി കേന്ദ്ര സർക്കാർ. ജനജീവിതം മെച്ചപ്പെടുത്താൻ GST നിരക്കുകൾ കുറഞ്ഞത് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 350-ലധികം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമാണ് നികുതി കുറയുന്നതെന്ന് ധനമന്ത്രാലയം പറയുന്നു. അതേസമയം സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കേന്ദ്ര സർക്കാർ GST മാറ്റത്തിനെടുത്ത തീരുമാനം കേരളത്തിന് തലക്കേറ്റ അടിയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നികുതി കുറച്ചതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. 40% GST ഏർപ്പെടുത്തിയത് ലോട്ടറി മേഖലയിലെ 2 ലക്ഷം പേരെയാകും ബാധിക്കുകയെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി.